ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബി.എഡ് അഡ്മിഷനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അഥവാ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിലെ ആയാലും കേരളത്തിന് പുറത്തായാലും ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചത് എങ്കിലും അതിൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇക്വലൻസി സർട്ടിഫിക്കറ്റിനോടനുബന്ധിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് അന്ന് കോവിഡ് കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു, ഒരുപാട് വർഷം മുന്നേ. അതിൽ നിന്നൊക്കെ ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഇപ്പോഴായി ഈ അടുത്ത കാലത്തായി ഓൺലൈനിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാവുന്നതിന് സൗകര്യം വന്നിട്ടുണ്ട്. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ, അതായത് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചാണെങ്കിൽ MGയിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. കേരളത്തിന് പുറത്തായാലും ഇഗ്നോ ആയാലും വേറെ ഏതെങ്കിലും ഓപ്പൺ യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ കേരള യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രി കോഴ്സുകൾക്ക് നമ്മൾ പഠിച്ചത് തുല്യമാണ് എന്നുള്ളതാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വരുന്നത്. പിന്നെ ചില സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ നമുക്ക് ഇവിടെ B.Ed ചെയ്യാനായിട്ട് എലിജിബിൾ അല്ലാതെ വരുന്ന ചില സബ്ജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എലിജിബിലിറ്റി കൂടി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. ഇത് രണ്ടും ഒരു സർട്ടിഫിക്കറ്റാണ്, രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നു, രണ്ട് പർപ്പസിനാണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. സർട്ടിഫിക്കറ്റ് ഒന്ന് തന്നെയാണ്. പക്ഷേ MG യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ തന്നെ ഇപ്പോൾ B.Edന് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനിയിപ്പോൾ ഉടനെ വിളിക്കാൻ പോവുകയാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിനുള്ളിൽ ഏതെങ്കിലും B.Ed അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകളാണ് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ PG ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ എന്നുണ്ടെങ്കിൽ തന്നെയും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കേരളത്തിന് പുറത്ത് പഠിച്ച അല്ലെങ്കിൽ ഓപ്പൺ ഡിഗ്രി പോലെ ഉള്ളതിന് മാത്രമേ നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചാണ് നമുക്ക് ഈ ഒരു വ്യത്യാസമുള്ളത്. വേറെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിൽ പോലും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഇൻഫർമേഷൻ സെൻറ്ററിനകത്ത് നമുക്ക് അന്വേഷിച്ചാൽ അതിനുള്ള ഫോമൊക്കെ വാങ്ങാൻ കിട്ടും. അവിടെ ചെന്ന് വേണമെങ്കിൽ നമുക്ക് ഫീസ് അടച്ച് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ രേഖകളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. ഇനി ഇതിലൊരു ചെറിയ തടസ്സം വരുന്നത്, സാധാരണ നമ്മൾ പഠിക്കുന്ന മിക്ക കോഴ്സുകൾ, ഇപ്പോൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്ക കോഴ്സുകളും വർഷങ്ങളായി തന്നെ മറ്റുള്ള കുട്ടികൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയതാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വരില്ല. പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ആണെങ്കിൽ പോലും കിട്ടും. അല്ല, ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ട് വന്ന കോഴ്സ് പുതിയതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സിലബസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കുറച്ച് കാലതാമസം എടുക്കും നമുക്കത് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമായി വരികയാണ്. നമ്മൾ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് കേരളയിലേക്ക് വീണ്ടും B.Ed ചെയ്യാനൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിട്ട് വാങ്ങി വയ്ക്കണം. അടുത്ത് നമുക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതാത് യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ, ഇപ്പോൾ കേരളയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുകയോ ചെയ്ത കുട്ടിയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ B.Edന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ. പക്ഷേ നമ്മളിപ്പോൾ MGയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കേരളയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ കേരളയിൽ നേരത്തെ ഡിഗ്രി ചെയ്തു MGയിലേക്ക് PG ചെയ്യാൻ പോയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് എന്നുള്ളൊരു സാഹചര്യത്തിലാണ്. അതായത് നമ്മൾ അവസാനം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കോഴ്സ് ഇപ്പോൾ നമ്മൾ ചേരാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയിലല്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നത്. പല ഡിസ്റ്റൻസ് കോഴ്സുകൾക്കും ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. കാരണം നമ്മൾ ഡിസ്റ്റൻസ് കോഴ്സുകൾക്ക് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ പാരൻ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വന്ന് ജോയിൻ ചെയ്യേണ്ട ആവശ്യവും വരാതെ വരുന്നത് കൊണ്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ എന്നാൽ നമ്മൾ പല യൂണിവേഴ്സിറ്റികളിലേക്കും മാറി പഠനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് മൈഗ്രേഷൻ കൊടുക്കേണ്ടതായി വരും. അതുപോലെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ആദ്യമായിട്ട് മലപ്പുറത്തുനിന്ന് ആ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് B.Ed ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ നിന്ന്
അവർ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ BEdന് ജോയിൻ ചെയ്യുമ്പോൾ മാത്രമാണ്. അത് റിസൾട്ട് വരണമെന്നോ അല്ലെങ്കിൽ നമ്മൾ അരിയർ പേപ്പർ ഉണ്ടെങ്കിലോ ഒന്നും തന്നെ നമുക്ക് അങ്ങനെ നിർബന്ധങ്ങളില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മൈഗ്രേഷൻ വാങ്ങാവുന്നതാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് നമുക്ക് സപ്ലിമെൻ്ററി എക്സാം ഒക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് വീണ്ടും അവിടെ ചെന്ന് ജോയിൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് സപ്ലിമെൻ്ററി എക്സാമുകൾ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സപ്ലി ഉണ്ടെങ്കിൽ എഴുതാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മൾ MGയിൽ ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സപ്ലി പേപ്പർ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ മൈഗ്രേഷനും TC ഒക്കെ വാങ്ങി വന്ന് നമ്മൾ കേരളയിൽ BEdന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സപ്ലി എക്സാം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ BEd കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോയി വീണ്ടും നമ്മൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ റെക്കഗ്നൈസ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീണ്ടും സപ്ലി എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സപ്ലിമെൻ്ററി എക്സാമുകൾ എഴുതണം. അത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറി വേറൊരിടത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ മൈഗ്രേഷൻ വാങ്ങിക്കഴിഞ്ഞാൽ എഴുതാൻ കഴിയില്ല എന്നുള്ള കാര്യം ഓർക്കുക. അത് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അത് ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ BEdന് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാണ് ആയി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് മൈഗ്രേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും അത് അവിടെ നിന്ന് ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇക്വലൻസി അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ തന്നെ നമ്മൾ വേറെ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് അത് തയ്യാറായിരിക്കുന്നവർക്കോ മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. പലപ്പോഴും നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ ലിസ്റ്റിനകത്ത് ഈ 2 പേരുകളും കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും സംശയം ചോദിക്കാറുണ്ട്, ഇത് എല്ലാവർക്കും വേണോ എന്നുള്ളത്. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു സാധനം അല്ല. ഈ 2 സർട്ടിഫിക്കറ്റുകളും മറ്റുള്ള യൂണിവേഴ്സിറ്റികളിൽ മാറി പഠിച്ചവർക്കും ഇപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ഡിഗ്രി ബേസ് ചെയ്താണ് BEdന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ ഡിഗ്രിക്ക് ആണ് ഇക്വലൻസി ഒക്കെ നമ്മൾ വാങ്ങേണ്ടി വരുന്നത്. നിങ്ങൾ വ്യത്യസ്തമായൊരു സബ്ജക്റ്റിൽ PG ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇക്വലൻസി വേണമെന്ന് ആവശ്യമില്ല. പക്ഷേ നമുക്ക് PGയുടെ വെയിറ്റേജ് കിട്ടണമെങ്കിൽ ആ PGയും നമ്മളിവിടെ വേറൊരു സ്ഥലത്തു നിന്നാണ് ചെയ്തതെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതായിട്ട് വരാറുണ്ട്. കാരണം ഇപ്പോൾ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒക്കെ പലരും ഡിസ്റ്റൻസ് ആയിട്ടും അല്ലാതെയും ഒക്കെ റെഗുലറായിട്ടും ഒക്കെ PGകൾ ചെയ്യാറുണ്ട്. അതിപ്പോൾ അഡീഷണൽ സബ്ജക്റ്റുകളായിരിക്കും. ഇപ്പോൾ ഞാനൊക്കെ ചെയ്തതുപോലെ സോഷ്യോളജിയോ അപ്ലൈഡ് സൈക്കോളജിയോ ഒക്കെ PG ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ആ സബ്ജക്റ്റിന് അല്ലെങ്കിൽ അതിന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ആ PGയുടെ വെയിറ്റേജ് കിട്ടത്തില്ല. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചെയ്ത സബ്ജക്റ്റിനോട് അനുബന്ധമായിട്ടുള്ള PGക്കാണ് നമുക്ക് വെയിറ്റേജ് കിട്ടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ PGക്ക് നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വെയിറ്റേജ് കിട്ടൂ എന്നുള്ളതും പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾക്ക്. ഇത്രയുമാണ് ഇന്നത്തെ കാര്യം പറയാനുള്ളത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതിനോടനുബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഏവർക്കും നമസ്കാരം.